ഡിസംബർ മാസം യേശു കർത്താവിന്റെ തിരുപ്പിറവി അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജനനം ഡിസംബർ 25 ആണ് എന്നാണ് ലോകം മുഴുവൻ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ അതിന് വിരുദ്ധമായി ഒരുപാട് തരത്തിലുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. അപ്പോൾ ചരിത്രപരമായി ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് തെളിവുകൾ, അല്ലെങ്കിൽ ആരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അപ്പോസ്തോലിക സഭ അവരുടെ കർത്താവായ യേശുവിന്റെ ജനനത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിക്കുവാൻ 3 ദിവസങ്ങൾ നിശ്ചയിച്ചു. അവരുടെ സഭയുടെ പെരുന്നാളുകളാണത്. അപ്പൊ അപ്പോസ്തോലിക സഭകളുടെ 3 പെരുന്നാളുകളാണ് ക്രിസ്തുമസും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും. പിന്നീട് അവർക്ക് ലോകത്തിലുണ്ടായ ഇൻഫ്ലുവൻസ് കൊണ്ട് പല ലോകരാജ്യങ്ങളിലും അത് അവധിയാണ്. ലോകത്ത് ഏറ്റവും അധികം അവധിയുള്ളത് ക്രിസ്തുമസ് ആണ്. നിങ്ങൾക്കറിയാമോ, മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ പോലും ക്രിസ്തുമസിന് പബ്ലിക് ഹോളിഡേ ആണ്. പാകിസ്ഥാനിൽ പോലും. ദാറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ചർച്ച്. അപ്പൊ അതാണ് ദൈവത്തിന്റെ ആശീർവാദമുള്ള സഭ. കാരണം ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചു. പിന്നെ ഫോർ അക്കാഡമിക് പർപ്പസ് എങ്ങനെയാണ് ഇവരിത് തീരുമാനിച്ചെന്നുള്ളതിനെ പറ്റി വേണം നമുക്ക് നിശ്ചയിക്കാം. അല്ലാതെ അതിനെപ്പറ്റി ഒന്നും കമന്റ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം യു ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദാറ്റ് ചർച്ച്. അവരാഘോഷിക്കുന്നു. അപ്പൊ ആ ചർച്ചിനെ ബഹുമാനിക്കുന്നവരുണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്. അവരെല്ലാം ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ഹിന്ദുക്കൾ ദീപാവലി ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ആഘോഷിക്കും? ഇന്നാണ് ദീപാവലി നിങ്ങളോട് ആര് പറഞ്ഞു? ആരും ചോദിക്കുന്നില്ല. അവർ ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ ചെന്ന് ആരും ചോദിക്കില്ല, നിങ്ങൾ എന്തിനാ ഇന്ന് ഓണം ആഘോഷിക്കും? ഇന്നാണ് ദീപാവലി. പിന്നെ മുഹമ്മദിയര് നബിദിനം ആഘോഷിക്കുമ്പോൾ ഒരുത്തനും ചെന്ന് അവിടെ തടയുന്നില്ല, ചോദിക്കുന്നില്ല, ഇന്നാണ് നബിദിനം, നിങ്ങളോട് ആര് പറഞ്ഞു? പക്ഷേ അപ്പോസ്തോലിക സഭ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ചില ആളുകൾക്ക് അങ്ങ് പ്രശ്നമാണ്. അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, ആഘോഷിക്കുക. ഏതായാലും ലോകരാജ്യങ്ങളും ഗവൺമെന്റുകളും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് അംഗീകരിച്ചിരിക്കുന്നു, അക്നോളജ് ചെയ്തിരിക്കുന്നു. നിന്റെ വീട്ടിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ ഡിസംബർ 25 നിന്നെ നോക്കി പല്ലളിക്കുന്നു, ഈസ്റ്റർ നിന്നെ നോക്കി പല്ലളിക്കുന്നു. ഇത് നീ മനസ്സിലാക്കുക. പിന്നെ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമസിന്റെയും ഈസ്റ്ററിന്റെയും ഒക്കെ കാര്യം ഉറപ്പിച്ചതാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ. ആ ഒപ്പമാണ് ബൈബിൾ ഉറപ്പിച്ചത്. അതുകൊണ്ട് ഈ ബൈബിളിന്റെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നവർ ബൈബിളിനേക്കാൾ അധികം പ്രാധാന്യം ഈസ്റ്ററിനും ക്രിസ്തുമസിനും ദുഃഖവെള്ളിക്കും ഉണ്ട്. കാരണം ഇതെല്ലാം ഒരുമിച്ചാണ് ഉറപ്പിക്കുന്നത്. ഇതെല്ലാം സഭ ഉറപ്പിച്ചതാണ്. 4-ാം നൂറ്റാണ്ടിലാണ് ഉറപ്പിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ AD 115 പോപ്പ് ടെലസ്ഫോറസ് എന്ന മാർപ്പാപ്പ ക്രിസ്തുമസ് ആഘോഷിച്ചതായി ഹിസ്റ്ററി ഓഫ് പോപ്സ് എന്ന ബുക്കിനകത്തുണ്ട്. ഹിസ്റ്ററി ഓഫ് പോപ്സ്. അപ്പൊ AD 115 ക്രിസ്തുമസ് ആഘോഷിച്ചു. AD 204 ഹിപ്പോലൈറ്റസ് എന്ന സഭാപിതാവ് ദാനിയേൽ പ്രവചനത്തിന് ഒരു കമന്ററി എഴുതി. ദാനിയേൽ പ്രവചനത്തിന് അദ്ദേഹം എഴുതിയ കമന്ററിക്കകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ 25 ആണ് നമ്മുടെ കർത്താവിന്റെ ജന്മദിവസം. ഡിസംബർ 25 അത് ദാനിയേൽ പ്രവചനമായിട്ട് കണക്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ഏതാ ആ 70 ആഴ്ചവട്ടമൊക്കെ എഴുതുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് കർത്താവ് ജനിച്ചതിനെ സംബന്ധിച്ച്. അപ്പൊ അത് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ സിറിൾ ഓഫ് ജെറുസലേം ബിഷപ്പ്, സിറിൾ ഓഫ് ജെറുസലേം, ആദിമ സഭയുടെ ചരിത്രത്തിൽ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ ഉണ്ട്. ഇറ്റ്സ് എ പ്രോമിനന്റ് ഫിഗർ. അദ്ദേഹമാണ് എഫേസോസ് സുന്നോദോസ് വിളിക്കാനൊക്കെ മുൻകൈ എടുത്ത ആളാണ് നെസ്തോറിയന്റെ ദുരുപദേശത്തിനെതിരെ. പക്ഷെ ഇത് സിറിൾ ഓഫ് അലക്സാണ്ട്രിയ അല്ല, സിറിൾ ഓഫ് ജെറുസലേം. സിറിൾ ഓഫ് ജെറുസലേം പോപ്പ് ജൂലിയസിനോട് എഴുതി ചോദിച്ചു, യേശു ക്രിസ്തുവിന്റെ ജന്മദിവസം എന്നാണെന്ന് റോമൻ പബ്ലിക് റെക്കോർഡ്സ് പരിശോധിച്ചെന്ന് അറിയിക്കണമെന്ന്. റോമൻ പബ്ലിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ യെരുശലേം ദൈവാലയം തകർത്തപ്പോ ഈ ടൈറ്റസ് ഈ യെരുശലേമിലുണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം റോമിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഈ അക്ഷരവിരോധി അല്ലായിരുന്നു. അതുകൊണ്ട് പുസ്തകങ്ങളും റെക്കോർഡുകളും കത്തിച്ചില്ല. അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിൽ യേശുവിന്റെ ജനനം രേഖപ്പെടുത്തിയ രജിസ്റ്ററും കൊണ്ടുപോയിട്ടുണ്ട്. അത് റോമൻ പബ്ലിക് ലൈബ്രറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. റോമൻ പബ്ലിക് ലൈബ്രറിയിൽ താൻ അത് പരിശോധിച്ചെന്നും യേശു ജനിച്ചത് ഡിസംബർ 25 ജനനത്തിന്റെ റെക്കോർഡ് പ്രകാരം ഡിസംബർ 25 ജോൺ ക്രിസോസ്റ്റം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പോപ്പ് ജൂലിയസിന് ജെറുസലേമിലെ ബിഷപ്പ് ലെറ്റർ അയച്ചു.
യേശുവിന്റെ ജനനത്തീയതി കൃത്യമായും പബ്ലിക് റെക്കോർഡ്സ് നോക്കി അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോപ്പ് ജൂലിയസ് അയച്ച മറുപടി ഇന്ന് ലഭ്യമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഡിസംബർ 25 അപ്പം ഇതൊക്കെ ചരിത്രത്തിൽ നിന്നുള്ള തെളിവാണ്. പിന്നെ ജസ്റ്റിൻ മാർട്ടിയർ എംപറർക്ക് അയച്ച കത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജീസസ് വാസ് ബോൺ ഇൻ ബേത്ത്ലഹേം ആസ് യു ക്യാൻ അസർട്ടൻ ഓൾസോ ഫ്രം ദ രജിസ്റ്റർ ഫോർ ടാക്സിംഗ്. അപ്പം ജസ്റ്റിൻ മാർട്ടിയർ എഴുതുന്ന ലെറ്ററിനകത്ത് ഡിസംബറിലാണ് യേശു ജനിച്ചത്. അത് ടാക്സിന്റെ റെക്കോർഡിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. തെർത്തുല്യൻ എഴുതിയിട്ടുണ്ട്. റോമൻ ആർക്കൈവ്സിൽ എഴുതിയിരിക്കുന്ന സെൻസസ് റെക്കോർഡുകൾ പ്രകാരം യേശു ജനിച്ചത് ഡിസംബർ 25 അപ്പൊ ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളാണ് ഈ പറഞ്ഞത്. അപ്പൊ ആദ്യകാലത്തുള്ള സഭാപിതാക്കന്മാരെല്ലാം ഇതിനെ അംഗീകരിച്ചിരുന്നതാണ്. ഇതിനെ അംഗീകരിച്ചിരുന്നു. നിക്കിയ സുന്നോദോസ് കൂടിയത് തന്നെ ഈസ്റ്റർ 3 ദിവസം ആഘോഷിച്ചിരുന്നു. അതിനെ ഏകീകരിക്കാൻ വേണ്ടിയാ. അവർക്ക് ബൈബിൾ കുത്തിക്കെട്ടുന്നല്ലായിരുന്നു പ്രധാനം. അവരുടെ പ്രധാന വിഷയം ഈസ്റ്റർ എന്ന് ആഘോഷിക്കണമെന്നുള്ളത്. കാരണം അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ ആദിമകാലം തൊട്ട് ഈസ്റ്റർ ആഘോഷിക്കുമായിരുന്നു. അപ്പൊ ആ ഈസ്റ്റർ എങ്ങനെ ഉയർപ്പ് വരുന്ന ആള്, അപ്പൊ ഈ ഉയർപ്പ് വരുന്ന കാരണം സഭാകാലം തന്നെ പലതായിട്ട് തിരിച്ചിരിക്കുക. കിന്ത്യ കാലം എന്നും ഇങ്ങനെ പല കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. സ്ലീബ കാലം എന്നും ഒക്കെ ഉണ്ട്. അപ്പൊ സഭയുടെ 8 കാലങ്ങളുണ്ട്. 8 കാലങ്ങളിൽ പാടാൻ 8 ഈണങ്ങളുണ്ട്. അങ്ങനെയെല്ലാമാണ് ആദിമകാലം തൊട്ട് ഇതുള്ളത്. അപ്പോ അതേപറ്റി ഞാൻ ഒരു ദിവസം സഭാ കലണ്ടർ എന്താണെന്ന് പറയാം. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ആ മഹത്വവും പ്രാപവുത്തിൽ അസൂയ പോണ്ട ആളുകള് ഓരോന്ന് പടച്ചു വിടുന്നതാണ്. അപ്പൊ ക്രിസ്തു ജനിച്ച ഡിസംബർ 25 അതുകൊണ്ടാണ് ക്രിസ്തുമസ് അന്ന് ആഘോഷിക്കും. ഈ കലണ്ടർ ഉണ്ടാക്കിയതും ഇതിപ്പോ ഇന്നൊരുത്തം കമന്റ് എഴുതിയിരിക്കുക, 70 വർഷം മുമ്പ് കേരളത്തിൽ ജനിച്ചവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും ലഭ്യമല്ലാതിരിക്കുക ഈ 2000 കൊല്ലത്തിൽ. എടാ, അത് സംസ്കാരത്തിന്റെ വ്യത്യാസമുണ്ട്. കേരളത്തില് 300 കൊല്ലത്തിനപ്പുറത്തുള്ള ഒരു രേഖയില്ല. അന്തരിച്ച മഹാനായ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ചരിത്രം ചമയ്ക്കാൻ ഒരു രേഖയും കേരളത്തിൽ ഇല്ലെന്ന്. ഊഹങ്ങളും ഊഹാപോഹങ്ങളും നിഗമനങ്ങളും അനുമാനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന വെറും ചിന്തകളാണ് കേരള ചരിത്രം. കാരണം കേരളത്തിൽ റെക്കോർഡ് എവിഡൻസ് ഒന്നുമില്ല. പിന്നെ കേരള ചരിത്രം പക്ഷേ റോമ ഗവൺമെന്റിന്റെ ഒന്നും കാര്യം അങ്ങനെയല്ല. മാർപ്പാപ്പയുടെ അധീനതയിലുള്ള ഭൂഗർഭ ലൈബ്രറിയിൽ 2000 വർഷത്തിന് മുമ്പുള്ള പുസ്തകങ്ങളുണ്ട്, രേഖകളുണ്ട്. അപ്പം ഇത് രേഖകളുള്ള ഇതാണ്. അന്നത്തെ കാലത്ത് അവര് ഇതെല്ലാം രേഖപ്പെടുത്തുമായിരുന്നു. ഓരോ സംസ്കാരമാണ്, മനസ്സിലായി. മലയാളിയുടെ സംസ്കാരം അല്ല. അവിടെ റെക്കോർഡുണ്ട്. അത് അന്ന് ജനനം രേഖപ്പെടുത്താൻ വേണ്ടി ബൈതലഹേമിൽ പോയത്. എഴുത്തും വായന ഇല്ലാത്ത കാലമാണോ? അതായത് യേശുക്രിസ്തു ബൈതലഹേമിൽ ജനിക്കണമെന്ന് മീക്ക 5:2 പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റാബിനിക്ക് പ്രവചനമുണ്ട്, അവൻ ബൈതലഹേം കാസിലിൽ ജനിക്കുമെന്ന്. അപ്പൊ ആ ബൈതലഹേം കാസിലിൽ അവൻ ജനിക്കണമെങ്കിൽ ഈ നസറത്തിൽ നിന്ന് ഇവരെവിടെ ചെല്ലണം? ബൈതലഹേമിൽ ചെല്ലണം. നസറത്തിൽ നിന്ന് ഇവരെ ബൈതലഹേമിൽ കൊണ്ടു ചെല്ലണമെങ്കിൽ ഒരു മാർഗവുമില്ല. അതിനുള്ള മാർഗമാണ് അന്നത്തെ റോമൻ കൈസറെ മനസ്സ് മാറ്റുക. റോമൻ കൈസർ കൽപ്പിക്കുകയാണ് സെൻസസ് എല്ലാരും അവനവന്റെ പട്ടണത്തിൽ കൊണ്ട് രേഖപ്പെടുത്താൻ. അപ്പൊ ഓരോരുത്തരും അവനവന്റെ പട്ടണത്തിൽ പോകണം. അങ്ങനെയാണ് ഇവര് ബൈതലഹേമിൽ പോകുന്നത്. ഇപ്പൊ ഇതെല്ലാം ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് സിസ്റ്റമാണ്. അപ്പൊ അതിനകത്ത് അവിടെ എഴുത്തും വായന ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാണ്. അപ്പൊ അവര് പേർ വഴി ചാർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പേരെഴുതിച്ചു. അതിനുവേണ്ടിയാണ് ബൈതലഹേം. വ്യക്തമായ തെളിവുണ്ട്. അപ്പൊ ചരിത്രപരമായി ഇത്രയും ആളുകൾ പറഞ്ഞതും ബൈബിൾ പരമായും അതിന് തെളിവാണ്. ഇനി ബൈബിൾ പരമായി നമ്മൾ നോക്കുമ്പോൾ അല്പം കൂടി ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ ജനനം ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതൊന്ന് പറയാമോ? ബൈബിൾ പരമായിട്ട് നോക്കിയാൽ ലൂക്കോസ് സുവിശേഷം, ഈ ലൂക്കോസ് സുവിശേഷം ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തെയോഫിലോസേ, പലരും യേശുവിന്റെ സുവിശേഷം എഴുതിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ പലതാണ്. എന്നാൽ എനിക്ക് ആദ്യം മുതൽ സകലവും ക്രമമായി പരിശോധിച്ചിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് എല്ലാം ഒന്ന് ക്രമമായിട്ട് എഴുതുന്നത് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും പോയി ഡീറ്റെയിൽഡ് ആയിട്ട് തിരക്കി അന്വേഷിച്ച് അറിഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് എഴുതിയ സുവിശേഷമായതുകൊണ്ട് അദ്ദേഹം സക്രിയാവിനെ അവതരിപ്പിക്കുന്നത് തന്നെ അബിയാക്കൂറിൽ ഉള്ള ഒരു പുരോഹിതനായിരുന്നു സക്രിയാവ് എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാണ് കൂറിന്റെ ക്രമപ്രകാരം താൻ ധൂപം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ
കൂറിന്റെ ക്രമപ്രകാരം താൻ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനസമൂഹം എല്ലാം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം പുരോഹിതനകത്ത് ധൂപം കാണിക്കുമ്പോൾ ജനസമൂഹം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യോം കിപ്പൂറിനാണ്. ആ യോം കിപ്പൂർ പറഞ്ഞ തിഷ്രി മാസമാണ്. അത് സെപ്റ്റംബർ പകുതിക്കാണ് ഈ ഫെസ്റ്റിവൽ വീഴുന്നത്. അപ്പൊ ഒരു സെപ്റ്റംബർ പകുതിക്കാണ് സക്കറിയാവ് ധൂപം കാണിച്ചെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് സുവിശേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ഈ അബിയാക്കൂർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അബിയാക്കൂർ എന്ന് പറഞ്ഞാൽ ദാവീദ് പല കൂറുകളായിട്ട് തിരിച്ചിട്ട് ദൈവാലയ ശുശ്രൂഷയ്ക്ക് അവർക്ക് ഊഴം നിശ്ചയിച്ചു. അത് ദിനവൃത്താന്ത പുസ്തകം 25-26 അധ്യായങ്ങളിൽ വായിക്കാം നിങ്ങൾക്ക്. അപ്പൊ അതിനകത്ത് ഓരോ കൂറിനും ഓരോ ക്രമമുണ്ട്, ഊഴമുണ്ട്. ആ ഊഴം അനുസരിച്ച് അബിയാവ് എന്ന് പറഞ്ഞാൽ കൂറിലെ ആളാണ് ഈ സക്കറിയാവ്. അപ്പൊ കൂറിന്റെ ക്രമപ്രകാരമായിരുന്നു ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കൂറിന്റെ ക്രമം തെറ്റി ശുശ്രൂഷിക്കുക. ഇപ്പൊ വേറൊരു കൂറിന്റെ ശുശ്രൂഷയുടെ സമയത്ത് ഇപ്പുറത്തെ കൂറിൽ ഒരു പുരോഹിതനെ വേണ്ടത് അവർക്ക് ശുശ്രൂഷിക്കുക, എല്ലാം ലേവ്യരല്ലേ. പക്ഷെ ഒട്ടും തെറ്റായിരിക്കാൻ ലൂക്കോസ് സൂക്ഷ്മമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവൻ കൂറിന്റെ ക്രമപ്രകാരം തന്നെയായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സൂചന തരികയാണ് അവൻ ആ യോം കിപ്പൂറിനാണ് അത് ചെയ്തത്. അപ്പൊ സെപ്റ്റംബർ മാസത്തിലാണ് അവൻ ധൂപം കാണിച്ചത്. അതുകൊണ്ട് അവൻ വീട്ടിൽ പോയി അവന്റെ ഭാര്യ ഗർഭവതിയായി. അവൾക്ക് 6-ാം മാസമായപ്പോഴാണ് മറിയത്തിന്റെ അടുത്ത് ദൂതം വരുന്നത്. അതായത് മാർച്ച് 25-നാണ് മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ ദൂതം വരുന്നത്. പിന്നെ യഹൂദന്മാരുടെ ഇടയിലെ വലിയൊരു പ്രബലമായ വിശ്വാസം റാബനിക് ബിലീഫാണ്, ഒരു പുണ്യപുരുഷനാണെങ്കിൽ അവൻ ജനിച്ച് അന്ന് തന്നെ മരിക്കും. അപ്പം മാർച്ച് 25-നാണ് യേശു പറഞ്ഞു. അപ്പൊ ഈ ജനനം ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞു പുറത്തു വന്ന സമയമാണോ അതോ ഒരു മാതാവിന്റെ ഉള്ളിൽ ഉരുവായ സമയമാണോ? കൺസീവ് ആകുന്ന സമയമാണ്. അതായത് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അറിയാൻ മേലാത്തവരാണ് ഈ സായിപ്പന്മാര് കേൾക്കുന്ന സുവിശേഷം കേട്ട് കടന്ന് ചാടുന്നത്. ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാത്രി 12 മണിക്ക് ദിവസം തുടങ്ങാന്ന് ബൈബിളിൽ പറയുന്നില്ല. അത് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ആന്റൈ ബിബ്ലിക്കൽ ആണ്, ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് അല്ല. അപ്പൊ ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിലും ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഡേ സ്റ്റാർട്ട്സ് അറ്റ് ദ സൺസെറ്റ്. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഒരു ദിവസം തുടങ്ങുന്നത്. കാരണം സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പൊ അല്ലാതെ രാത്രി 12 മണിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ രാത്രി 12 മണിക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് സായിപ്പാണ്. കാരണം അവന്റെ ദിവസം തുടങ്ങുന്നത് രാത്രി 12-നാണ്. അപ്പം അത് തെറ്റാണ്. രാത്രി 12-നല്ല ദിവസം തുടങ്ങുന്നത്. യഹോവയായ ദൈവം കൽപ്പിച്ചനുസരിച്ച് സൂര്യൻ അപ്പൊ അസ്തമയത്തെങ്കിലും ആ ദിവസം തുടങ്ങുന്നത്. അപ്പൊ ഡേ സ്റ്റാർട്ട്സ് നോട്ട് അറ്റ് ഡോൺ, ഡേ സ്റ്റാർട്ട്സ് അറ്റ് ഡസ്ക്. അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ദിവസം തീർന്നു. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത ദിവസം തുടങ്ങി. അതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. വെള്ളിയാഴ്ചത്തെ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ശബത്ത് തുടങ്ങുക ശനിയായി, രാത്രി 12-നല്ല. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശവം അടക്കാൻ വേണ്ടി ഒരു തിടുക്കം കൂട്ടിയത്. ഈ ശബത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇത് അടക്കണം. അപ്പൊ സൂര്യൻ അസ്തമിച്ചാൽ അടുത്ത ദിവസം. അപ്പൊ വെള്ളിയാഴ്ച സന്ധ്യ ആയാൽ പിന്നെ എന്താണ്? ശനിയാണ്. അതുകൊണ്ട് സുറിയാനി സഭക്കാരുടെ പ്രാർത്ഥന നിങ്ങൾ നോക്കണം. തിങ്കളാഴ്ച വൈകുന്നേരം അവരുടെ പള്ളിയിൽ ചെന്നാൽ അവർ ചൊവ്വാഴ്ച സന്ധ്യനമസ്കാരം ചൊല്ലുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ഇത് അറിയാൻ മേലാത്ത സുറിയാനിക്കാരുണ്ട്. അവർ നിങ്ങൾ നോക്കണം. തിങ്കളാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ചയുടെ സന്ധ്യനമസ്കാരം ചൊല്ലരുത്. തിങ്കളാഴ്ച വൈകുന്നേരം ചൊല്ലുന്ന ചൊവ്വാഴ്ചയുടെ സന്ധ്യനമസ്കാരം. കാരണം തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ ചൊവ്വയാണെന്നാണ് ഇപ്പോഴും സുറിയാനി സഭ പഠിപ്പിക്കുന്നത്. അത് എന്നിട്ടും ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭക്കാരൊക്കെ ഇപ്പൊ പുതുതായിട്ട് ഈ 12 മണിക്കത്തെ കൊട്ട അവരും തുടങ്ങിയിട്ടുണ്ട് രാത്രി 12-ന്. ഞാൻ ചില അച്ഛന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ല? കാരണം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 31-ന് സൂര്യൻ അസ്തമിച്ചാൽ ജനുവരി 1-ആയി. അതാണ് ഈസ്റ്റേൺ ട്രഡീഷൻ, അതാണ് ബിബ്ലിക്കൽ ട്രഡീഷൻ. ബൈബിൾ അനുസരിച്ച് സൂര്യൻ അസ്തമിച്ചാൽ അടുത്ത ദിവസമാണ്. അതിനൊരു പ്രത്യേക സമയമുണ്ടോ എന്ന് പറഞ്ഞാൽ? ഒരു അസ്തമയം ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രത്യേക 6 മണിന്നോ അല്ലെങ്കിൽ 8 മണിന്നോ അങ്ങനെ വല്ല ഒരു ടൈം ഉണ്ടോ? അങ്ങനെ സമയമില്ല. സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങി. അതാണ് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അത് യഹോവയായ ദൈവം കൽപ്പിച്ച, അതാണ് ഈസ്റ്റേൺ ട്രഡീഷൻ, അതാണ് ജൂവിഷ് ട്രഡീഷൻ. ഇപ്പം ശനിയാഴ്ച സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ആയി. അതുകൊണ്ടാണ് ഈ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം രാവിലെ എന്ന് പറയുന്നത്. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തുടങ്ങുന്നത് രാവിലെ അല്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തുടങ്ങി. അപ്പൊ അതായത് ഈ 1-ാം തീയതി രാത്രി എന്ന് പറയുന്നത് നമ്മൾ 31-ാം തീയതി രാത്രി എന്ന് പറയുന്ന സംഭവമാണ്. നേരെ പുറകില്ല. അപ്പൊ സന്ധ്യക്ക് ദിവസം തുടങ്ങും. അത് യഹൂദന്മാരുടെയും ഈസ്റ്റേൺ ചർച്ചിന്റെയും മാത്രമല്ല, ബൈബിളിന്റെയും പാരമ്പര്യത. ബൈബിളിലെ മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ജനിക്കുന്നത് എങ്ങനെയാ? ഉദരത്തിൽ ഉരുവാകുമ്പോഴാണ് അത് ജനനം. കാരണം യഹോവയായ
സാധാരണ എല്ലാരും പുറത്തു വരുന്നതിനെയാണല്ലോ ജനനം എന്ന് പറയുന്നത്. അത് ഡെലിവറി ആണ്, റിലീസ് ചെയ്യാണ്. ആക്ച്വലി കുഞ്ഞ് ജനിക്കുന്നത് അതാണ്. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ നിന്നെ വിളിച്ചു, വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിയമിച്ചു. മാതാവിന്റെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ അറിഞ്ഞു. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗർഭപാത്രത്തിൽ തന്നെ ദൈവം ലൈഫായിട്ടാണ് കാണുന്നത്. ബൈബിളും അങ്ങനെയാ കാണുന്നത്. യേശുവിന്റെ അമ്മ മറിയയുടെ വന്ദനസ്വരം കേൾക്കുമ്പം യോഹന്നാൻ ഗർഭപാത്രത്തിൽ തുള്ളുക. അപ്പൊ ഗർഭപാത്രത്തിൽ യോഹന്നാൻ തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസവം കഴിഞ്ഞിട്ടല്ല. അപ്പൊ യോഹന്നാൻ ജനിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് യേശു ജനിച്ചത് മാർച്ച് 25-നാണ്. കാരണം അതുകൊണ്ട് യേശുവിനെ പ്രസവിച്ചതാണ് ഡിസംബർ 25-ന്. അപ്പൊ മുമ്പേ പറഞ്ഞത് മഹാന്മാരുടെ ജനനം, മഹാന്മാരുടെ അതോ പുണ്യാത്മാക്കളുടെ ജനിക്കുന്ന ദിവസം തന്നെ മരിക്കുമെന്നാണ് ഒരു ചിന്ത. ജനിക്കുന്ന ദിവസം തന്നെ മരിക്കും. അപ്പൊ യേശുവിന്റെ മരണത്തെ സംബന്ധിച്ച് 2 ഡേറ്റ് ആണുള്ളത്, ഡിസ്പ്യൂട്ട് ഉള്ളത്. ഏപ്രിൽ 7 മാർച്ച് 25 2 അഭിപ്രായമുണ്ട്. വേറെ തർക്കമൊന്നുമില്ല. ഒന്നിൽ മാർച്ച് 25 അല്ലെ ഏപ്രിൽ 7, ഇത് രണ്ടുമാണ് സ്വിങ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 7 വിശ്വസിക്കുന്ന കുറച്ച് വിഭാഗ സഭകളുണ്ട്, ചെറിയൊരു ഗ്രൂപ്പേ ഉള്ളൂ. അവര് ക്രിസ്തുമസ് ജനുവരി 7 ആഘോഷിക്കുന്നു. ജനുവരി 7 കാരണം അവർക്ക് ഉണ്ട് ജനുവരി 7 ആ ജനുവരി 7 അവർ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 7 കണക്കാണ്. ഇപ്പൊ ഏപ്രിൽ 7 വചനിപ്പ്, ഏപ്രിൽ 7 മറിയത്തിന് അരുളപ്പാട് കിട്ടിയത്. അതുകൊണ്ട് ജനുവരി 7 അവർ വിശ്വസിക്കുന്നു. മാർച്ച് 25 ഭൂരിപക്ഷം പേര് വിശ്വസിക്കുന്നത്. അവർ ഡിസംബർ 25 ആഘോഷിക്കുന്നു. അപ്പൊ ഈ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പം യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25 ഒരു തെളിവ് അതാണ് അല്ലെ? അതായത് അബിയാക്കൂറിന്റെ നിമിത്തം. അബിയാക്കൂറിന്റെ നിമിത്തം. അതെ. അതിനകത്ത് മറ്റൊരു തെളിവുണ്ട്. ഈ യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടപ്പോ ടൈറ്റസ് യെരുശലേം തകർത്തപ്പോ അന്നുണ്ടായിരുന്ന യഹൂദ ചരിത്രകാരൻ ജോസീഫസ് അന്ന് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ട്, അപ്പം ദൈവാലയം തകർക്കപ്പെട്ട മാസവും സമയവും അന്ന് അവിടെ ശുശ്രൂഷിച്ചിരുന്ന കൂറുകൾ ഏതായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ രേഖകൾ ലഭ്യമാണ്. അപ്പൊ അന്ന് ശുശ്രൂഷിച്ചിരുന്ന കൂറുകൾ വെച്ച് പുറകോട്ട് കണക്ക് കൂട്ടിയാൽ ഈ അബിയാക്കൂറാണ് ആ യോങ്കിപ്പൂറിന് ശുശ്രൂഷിച്ചെന്ന് നമുക്ക് തെളിവ് കിട്ടും. അത് പരിഗണിച്ചിട്ടാണ് ഈ ഡിസംബർ 25 എന്നുള്ള ഇതിലേക്ക് കൺക്ലൂഷനിൽ എത്തിയത്. അല്ല ചുമ്മാ ഒരാൾ ഒരു ദിവസം ഡിസംബർ 25 വെച്ചേക്കാം, നമുക്ക് തമ്മൂസിന്റെ പെരുന്നാൾ അന്ന് നമുക്ക് വെച്ചേക്കാം, അങ്ങനെയൊന്നും അല്ല ഇത്. ഇത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടുകൂടെ, ചരിത്ര പഠനത്തോടുകൂടെ, ആധികാരികതയുണ്ട്. പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും യുക്തിയുടെയും സഭയുടെയും എല്ലാം തെളിവുകളുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്, ലോജിക്കൽ എവിഡൻസസ്, എക്ലീഷ്യാസ്റ്റിക്കൽ എവിഡൻസസ് എല്ലാം ഉണ്ട്. ഇത്രയും തെളിവുകൾ ഇതിനുണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടാൻ കാരണം? ഇത്രയും ഇതിനെതിരെ ശക്തമായി വിമർശനം ഉണ്ടാകുകയും ഈ ഡിസംബർ 25 അല്ല, ഈ ഡിസംബർ 25 മറ്റെന്തോത്തിന്റെയോ ഡിസംബർ 25 ക്രിസ്തുമസ് എന്ന് പറയുന്നവരുടെ വാളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു ജനിച്ചിട്ടേ ഇല്ലെന്ന്. പിന്നെ ഒരു മാർച്ചോ ഏപ്രിലോ ഒക്കെ അവരുടെ വാളെ പോയി നോക്കിയാൽ കാണാം. യേശു ജനിച്ചിട്ടേ ഇല്ല, ചരിത്ര പുരുഷനെ അല്ല. അപ്പൊ ചരിത്ര പുരുഷനെ അല്ലാത്ത ഒരാളുടെ ജനനത്തീയതിയെ പറ്റി നീ എന്തിനു ബോധർ ചെയ്യുന്നത്? ജനിച്ചിട്ടേ ഇല്ലാത്ത ഒരാളുടെ ജനനത്തീയതിയെ സംബന്ധിച്ച് ഇവൻ തർക്കിക്കുക. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് കല്ലുപെറുക്കി എറിയാന്നുള്ള ഒരു അജണ്ടയാണിത്, അല്ലാതെ ഇത് നന്നാക്കാനുള്ള ഉദ്ദേശമല്ല. അപ്പൊ ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് അവർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് യേശു ജനിച്ചിട്ടേ ഇല്ലെന്ന് അവർ പറയും. ജനിച്ചിട്ടേ ഇല്ലാത്ത യേശു കാശ്മീരിൽ വന്നെന്നും അവർ പറയും. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ജനിച്ചിട്ടില്ലാത്ത യേശു കാശ്മീരിൽ വന്നെന്നും അവിടെ ആയിരുന്നത്. പിന്നെ കാശ്മീരിൽ കല്ലറയുണ്ട്. അപ്പൊ ജനിക്കാത്ത ആളുടെ കല്ലറ എങ്ങനെയാ കാശ്മീരിൽ വരുന്നത്? ഇങ്ങനെ അവരെന്തെല്ലാം കർത്താവിനെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാധിക്കുന്നിടത്തോളം അവർ ചെയ്യും. അതിന്റെ ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്തുമസിനെതിരായിട്ടുള്ള ഈ നീക്കം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ക്രിസ്തുമസ് ആണ്. നമ്മളിപ്പോ അങ്ങ് അകലേന്ന് നോക്കുകയെന്ന് വെച്ചോ, ഭൂമിക്കൊക്കെ മുകളിൽ പോയി ബഹിരാകാശത്തിൽ നിന്ന് ഭൂമിയെ ഒരു വർഷം നോക്കിയാൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണ് ക്രിസ്മസ്. വേറൊരു ഫംഗ്ഷൻ ഇത്രയും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടില്ല. ഇതുപോലത്തെ ഒരു സെലിബ്രേഷൻ ഇല്ല.
ലോകരാജ്യങ്ങളിലെ മുഴുവൻ തപാൽ വകുപ്പ് ഇരട്ടി സമയം പണിയെടുക്കുന്ന ഒറ്റ സീസൺ ക്രിസ്മസ് സീസണാണ്. ലോകരാജ്യങ്ങളിലെ എല്ലാ തപാൽ വകുപ്പും ഓവർ ടൈമാണ്. ദൈവപുത്രം വന്നു. അത് ആ പ്രാധാന്യമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ എന്താ പറയുക, അവരെ കുറിച്ച് എന്താ പറയുക? ഗോഡ് സെൻഡ് ഹിസ് സൺ. അതിന് ആ ലോകത്ത് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനെയൊക്കെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവര് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ്. നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടുന്നു, നമ്മുടെ കർത്താവ് മഹത്വപ്പെടുന്നു, നമ്മുടെ കർത്താവ് ആഘോഷിക്കപ്പെടുന്നു. ഉയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ഇവനിലുള്ളത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശുക്രിസ്തു ഒരു, കാരണം ജാതി, നമ്മുടെ രീതി മറ്റൊരു ഭാഷയെ പറഞ്ഞ ജാതി ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനമാണ്. കഴിഞ്ഞ ക്രിസ്തുമസിന് എന്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവൾ ഈ ഗുജറാത്തി, അവിടുത്തെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട സ്കൂളിൽ കൂടെ പഠിക്കുന്ന. അപ്പം മോളോട് പറഞ്ഞു, ക്രിസ്തുമസിന് എന്നെ കൂടെ നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോകാന്ന് ചോദിച്ചു. കാരണം അവരുടെ വീട്ടിൽ ഈ ഇതെല്ലാം ഉണ്ട്, അലങ്കാരം എല്ലാം ഉണ്ട്, ചുറ്റും ഭയങ്കര ഫെസ്റ്റീവ് മൂഡല്ലേ അമേരിക്കയിൽ. അപ്പം ഇവള് വന്നതിനോട് പറഞ്ഞു എന്റെ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പള്ളിയിൽ. അവളും കൂടി ഉള്ളതുകൊണ്ട് അന്ന് അവരെ കൂട്ടി ജോയലോസിന്റെ ചർച്ചിൽ പോയി. ജോയലോസിന്റെ ചർച്ച ഉണ്ടല്ലോ, ലേക്ക്വുഡ്. അവിടെ ചെന്ന് എന്റെ ലിനു സ്വർഗം ഇറങ്ങി വന്ന പോലത്തെ ഒരു ആരാധന. ഞാൻ അന്ന് പോയില്ലായിരുന്നെ എനിക്ക് വലിയ നഷ്ടമായി പോയി. സത്യത്തിൽ ലിറ്ററലി ഒരു 10-25,000 പേര്, മുഴുവൻ പേരും കരയുക. ഹൃദയം തകർക്കുന്ന പോലെ അവർ ആരാധിക്കുക. യേശു ജനിച്ചു എന്ന് പറഞ്ഞു. അത് 1 by 1 ആയിട്ട് ഓരോരുത്തരും മുന്നോട്ട് വന്ന് പാടും. ഓരോരുത്തരും പാടുമ്പം പാടിത്തീരുന്നവരുടെ കണ്ണിൽ നിന്ന് ടീയേഴ്സ് വരികയാണ്. ഞാൻ നോക്കി ഈ പെങ്കൊച്ചു അങ്ങ് പൊട്ടിക്കരയുകയാണ്. ഭയങ്കര ഒരു ആത്മീയ അന്തരീക്ഷം, ഭയങ്കരമായിട്ട് സന്തോഷം. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു അതിനോട് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്. അവ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ശരിക്കും ഈ നമ്മൾ കഴിഞ്ഞ ഒരു ലൈവിൽ പറഞ്ഞത് ക്രിസ്മസിനെ കുറിച്ച് മാത്രമേ നമ്മളൊന്ന് സൂചിപ്പിച്ചു വിട്ടു. സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആന്റി ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അവര് പറഞ്ഞൊരു കാര്യം, അവര് വിശ്വാസികളല്ല, ക്രിസ്ത്യൻ അല്ല, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ. അവരുടെ വീടിന്റെ അപ്പുറത്തെ വീടുകളിലൊക്കെ ഈ ക്രിസ്മസ് കരോള് വരികയും ഈ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിടുകയും ചെയ്തപ്പോൾ അവർക്ക് പോലും അവരുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിക്കുകയും ശരിക്കും അവരുടെ ഉള്ളിൽ യേശുവിനെ കുറിച്ച് അറിയാനുള്ള മുഖാന്തരം ക്രിസ്മസ് ആണ് എന്ന് തുറന്നു പറഞ്ഞ ഒരു വിശ്വാസി നമ്മുടെ ലൈവിലുണ്ട്. അപ്പം അത് മറ്റ് മതത്തിൽ നിന്ന് വന്നവർക്ക് പോലും യേശുവിനെ കുറിച്ച് അറിയാൻ ഒരു മുഖാന്തരവും, യേശു ഇന്നും ജീവിക്കുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചതിനെ കുറിച്ചൊക്കെ ഒരു ഇത് ലഭിക്കാൻ തന്നെ ഇടയായത് ക്രിസ്മസ് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങള് ചർച്ചിൽ നിന്ന് കരോൾ ഇറങ്ങിയായിരുന്നു. കരോൾ ഇറങ്ങി അനേക ഹിന്ദുക്കൾ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ ചെല്ലണം. അങ്ങനെ ഒരുപാട് വീടുകളിൽ പോയി പാടി. അറിയോ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ നമുക്കതിനെ കുറിച്ച്, കാരണം ഈ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഈ യുദ്ധമുന്നണിയിൽ ജർമ്മനി, ഇംഗ്ലണ്ട്, ഭടന്മാര് രണ്ട് സൈഡിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി, ക്രിസ്മസ് രാത്രിയാണ്. അപ്പൊ ഇപ്പുറത്തെ ക്യാമ്പിൽ ഇരുന്ന് ഒരാൾ ഒരു ക്രിസ്മസ് പാട്ട് പാടി. ഇപ്പം യുദ്ധം നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയാ, ഭയങ്കര ഫ്രിക്ഷനാണ്. അപ്പൊ ആ പാട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന്, ബങ്കറിൽ നിന്ന് ഒരു പടയാളി ഏറ്റുപാടി കഴിഞ്ഞപ്പം സംഗതി മാറി. അപ്പൊ ഇവിടുത്തെ ബങ്കറിൽ നിന്ന് എല്ലാവരും പാടി. അപ്പൊ അവിടുത്തെ എല്ലാവരും പാടി. സംഭവിച്ചെന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്ന് തോക്കെല്ലാം താഴെ വെച്ച് ഒരുമിച്ച് അവര് ക്രിസ്മസ് ഡിസംബർ 24 അന്ന് എല്ലാവരും പൊട്ടിക്കരഞ്ഞ് ഹഗ് ചെയ്ത്, എന്നിട്ട് ഇവിടുന്ന് വൈനൊക്കെ കൊണ്ട് അവർക്ക് കൊടുത്തു. അവര് ഗിഫ്റ്റ് ഇങ്ങോട്ട് കൊടുത്തു. ആ ക്രിസ്മസിന് അവർ യുദ്ധം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ സീസ് ഫയർ. അവരുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അന്ന് സീസ് ഫയർ ആയിരുന്നു. അവർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ആ ക്രിസ്തു ജനിച്ചു എന്നുള്ള ഓർമ്മ പോലും സെക്കൻഡ് വേൾഡ് വാറിനെ പോലും എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. സോ പവർഫുൾ, അത്ര പവർഫുൾ ആണ്.
ചരിത്രത്തിൽ തെളിവുകളും ബൈബിളിന്റെ പിന്തുണയും ഈ പറഞ്ഞ ചില കാര്യങ്ങളുടെ പിന്തുണയും ഒക്കെ ഉള്ളപ്പോൾ മറ്റു മതസ്ഥർ പോലും ഏറ്റവും അധികം ആ ക്രിസ്തുവിനെ ഓർക്കുവാനും ഇഷ്ടപ്പെടുവാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് അറിയുവാനും ഇതിനോടൊരു യേശുവിനോടൊരു സ്നേഹമുണ്ടാവാനും കാരണമാകുന്ന ക്രിസ്മസിനെ പോലും ഏറ്റവും അധികം ത്യജിച്ചു പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തെറ്റാണ്, ഇത് മറ്റെന്തോ ആണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചുയർത്ത യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പൊ യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, ഇത് മൂന്നും ഓർക്കുന്നതാണ് സുവിശേഷം. അതാണ് ക്രിസ്തുമസ്, ദുഃഖവെള്ളി, ഈസ്റ്റർ. ഈ 3 ഫെസ്റ്റിവൽ ആണ് ഗോസ്പൽ. ദാറ്റ് ഈസ് എസൻസ് ഓഫ് ഗോസ്പൽ. അതുകൊണ്ടാണ് ചർച്ച് ഈ 3 ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ 3ഉം അവധിയാണ്. അതാണ് ഇന്ത്യ ഇവാഞ്ചലൈസ് ചെയ്യപ്പെട്ടെന്ന് ഞാനീ പറയുന്നത്. ചർച്ച് ഇവാഞ്ചലൈസ് ദ ഹോൾ വേൾഡ്. ഇത് 3 ഓർക്കാണ്. ഇത് 3 ഓർക്കുന്നതാണ് സുവിശേഷം. ഇന്ത്യ ഗവൺമെന്റ് ഓർക്കാണ് യേശുവിന്റെ ജനനം. ഇല്ലയോ? ഇന്ത്യ ഗവൺമെന്റ് ഓർക്കുന്നോ? പാകിസ്ഥാൻ ഗവൺമെന്റ് വരെ ഓർക്കുന്നില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് ദ ചർച്ച്, ട്രൂ ചർച്ച്. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ദൈവത്തിന്റെ കുഞ്ഞാട് മിഗ്ദാസ് എദാറിൽ നിന്ന് വരുമെന്ന്, രക്ഷകൻ മെസ്സായ മിഗ്ദാസ് എദാറിൽ. മിഗ്ദാസ് എദാർ എന്ന് പറഞ്ഞാൽ ബെയ്ത്ലഹേമിലുള്ള ഒരു ഇടയന്മാരുടെ കാവൽ ഗോപുരം, മിഗ്ദാസ് എദാർ. അപ്പൊ ആ മിഗ്ദാസ് എദാറിൽ നിന്ന് യേശു തന്നെ. അപ്പം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയ്ത്ലഹേമിലെ ആട്ടിടയന്മാരെ പറ്റി പറയുന്നുണ്ട്. അവർ സാധാരണ ഇടയന്മാരല്ലായിരുന്നു. അവര് ദൈവാലയത്തിൽ ബലി കഴിക്കാനുള്ള ആടുകളെ പ്രജനനം നടത്തുന്ന ഇടയന്മാരാണ്. അത് ആവാസ ഇനത്തിൽപ്പെട്ട ആടുകളാണ്. ആവാസ ഇനത്തിൽപ്പെട്ട ആടുകളുടെ പ്രജനനകാലമാണ് ഡിസംബർ. അതുകൊണ്ടാണ് ആ ഇടയന്മാർ അവിടെ കാവൽ ചെയ്യുന്നത്. ഈ യാഗത്തിനുള്ള ആടുകള് കേജ് ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല, തുറന്നു വിട്ട ആടുകളായിരിക്കണം നിയമമുണ്ട്. അത് മിഷനായിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരൊരിക്കലും ഈ ആടുകൾ ഒരിക്കലും കൂട്ടിലിടാൻ പറ്റത്തില്ല. അപ്പം ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇടയന്മാർക്ക് 24 മണിക്കൂറും 365 ദിവസം ഡ്യൂട്ടി. അവർക്ക് പെരക്കാത്തൊന്നും കയറിയിരിക്കാൻ പറ്റും. തണുപ്പ് കാലം വേണ്ട, അവർ പെരക്കാത്തായിരിക്കും. ഓരോ ഊഹങ്ങളാണ്. അങ്ങനെയല്ല. ആ ഇടയന്മാര് സാധാരണ ഇടയന്മാരല്ല, സ്പെഷ്യൽ ഇടയന്മാരാണ്. ആ ആടുകൾ സാധാരണ ആടുകളല്ല, സ്പെഷ്യൽ ആടുകളാണ്. അപ്പൊ ദൈവാലയത്തിൽ യാഗം കഴിക്കപ്പെടേണ്ട ആടുകൾ ഡിസംബർ മാസത്തിലാണ് ബെയ്ത്ലഹേമിൽ പറന്നു വീഴുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ ചുവന്നൊഴിക്കേണ്ട ദൈവത്തിന്റെ കുഞ്ഞാടും ഡിസംബർ മാസത്തിൽ തന്നെയാണ് ബെയ്ത്ലഹേമിൽ പറന്നു വീഴേണ്ടത്. പ്രവചനപരമായ തെളിവാണ്. അത് പ്രോഫറ്റിക്കൽ എവിഡൻസ് ആണ്. അപ്പൊ we have historical evidence, we have logical evidence, we have ecclesiastical evidences, and we have prophetical evidences too. We have അത് ഇത്രയും എവിഡൻസ് ഉണ്ട്, അല്ല ചുമ്മാതെ പറയുന്നതല്ല. അപ്പൊ ഈ ഇടയന്മാരുടെ അടുത്ത് ദൂതന്മാർ ചുറ്റി മിന്നിയിട്ട് ഇതാ രക്ഷകൻ ജനിച്ചിരിക്കുന്നു, നിങ്ങൾ പോയി കാണുക. അപ്പൊ ആ ഈ ഇടയന്മാരെന്താണ്, ദൈവാലയത്തിൽ യാഗത്തിനായിട്ട് അർപ്പിക്കുന്ന കുഞ്ഞാടുകൾക്ക് എന്തുണ്ടാകാൻ പാടില്ല, ആടുകൾക്ക് ഊനം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ പറന്നു വീഴുന്ന ഓരോ ആടിനെയും ശുശ്രൂഷിക്കാൻ ഇവര് അതിന്റെ മാലിന്യം നീക്കി അല്ല ഇതെല്ലാം ചത്തുപോകും. പിന്നെ അതുപോലെ ഇതിന്റെ കാലും കൈ ഒടിയാതെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഈ ആടയന്മാരെ കാത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആടുകളെ ഇവരുടെ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് അയക്കുന്നത്. അപ്പൊ ഈ കാവൽ ഗോപുരത്തിൽ ഇരിക്കുന്നവരാണ് ഈ കൊണ്ടുപോകുന്ന ഓരോ ആടിന് ഊനം ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇപ്പൊ ആ ഇടയന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവക്കുഞ്ഞാട് പറഞ്ഞിരിക്കുന്നത് പോയി നോക്ക് ഊനം ഉണ്ടോ എന്ന്. കാരണം ഇവര് പരിശോധിക്കാണ്, മനസ്സിലായോ? അതായത് യെരുശലേം ദൈവാലയത്തിലെ ഓരോ ആടിനെയും പരിശോധിക്കുന്ന ആ ഇടയന്മാര് ആ ഡിസംബർ മാസത്തിൽ പോയി ഈ കുഞ്ഞാടിനെ കാണുകയാണ്. ഈ കുഞ്ഞാടിനെ കാണുമ്പോൾ ശീലകൾ ചുറ്റി കടത്തിരിക്കും. എന്തിനാ ശീല ചുറ്റുന്നറിയാമോ? ഈ ഈ അവിടെ ഇവിടെ തട്ടി കൈ ഒടിയാതെ കാലൊടിയാതിരിക്കാൻ അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഊനമില്ലാതെ സമർപ്പിക്കപ്പെടണം. ഈ പടയാളികളുടെ കൈകളിൽ ക്രൂശിക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഊനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശീല ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇടയന്മാര് സന്തോഷത്തിലായി, ശരിയായത് ഊനമില്ലാത്ത കുഞ്ഞാടാണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാ? മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമാകാൻ. ഇതൊക്കെയാണ് അതിന്റെ തെളിവുകൾ. യേശു ദൈവപുത്രനാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. അവൻ മനുഷ്യനാണ്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ അവതാളത്തിലാണ്. എല്ലാ തിയോളജിയും താഴെ പോയി. He became man. അവൻ മറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്നു. ദൈവപുത്രനെ അവൾ പ്രസവിച്ചു. അവൾ ദൈവപുത്രനെ താരാട്ട് പാടി താലോലിച്ചു.
ആഴിയെയും മൂഴിയെയും അണ്ടകടാകങ്ങളെയും സൃഷ്ടിച്ചവൻ, ഈ പർവ്വതങ്ങളെയും ശാശ്വത ശൈലങ്ങളെയും വഹിക്കുന്നവൻ, നക്ഷത്രങ്ങളെ വിരിച്ചവൻ, ആകാശഗോളങ്ങളെ ചമച്ചവൻ, അവനിപ്പോ ഒരു ശിശുവായിട്ട് മറിയയുടെ കൈകളിൽ ഇരുന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മനുഷ്യ ജന്മത്തിൽ ഇതുപോലൊരു ഭാഗ്യമില്ല. ആ ഭാഗ്യം നമ്മൾ വാഴ്ത്തണം. അത് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചിരിക്കുന്ന, അത് നിങ്ങൾ വാഴ്ത്തണ്ട, ഒറിജിനൽ ചർച്ച ഇത് വാഴ്ത്തുന്നുണ്ട്. ഇത് മറിയ അതിഭാഗ്യവതിയാണ്. മനസ്സിലായി? 9 മാസം ദൂതന്മാരാൽ വലയം ചെയ്യപ്പെട്ടാണ് മറിയ സഞ്ചരിച്ചത്. അതറിയാമോ? 9 മാസം. അതായത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയണം, ദൈവം തന്റെ പുത്രനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ആജ്ഞ കൊടുത്തു. അപ്പം വചനം ജഡമാകുകയാണ്. അപ്പൊ ആ വെരി ഇൻസ്റ്റന്റിൽ മറിയത്തിന്റെ മുമ്പിൽ ഗബ്രിയേൽ വന്ന് നിന്ന ബെയ്ത്ലഹേം വരെ ആ 9 മാസവും ദൂതന്മാർ അവളെ വിട്ടുപിരിഞ്ഞിട്ടില്ല. പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നതായി പറയുന്നത്, രാജകീയ സന്താനം പറഞ്ഞിരിക്കുക, അനാഥമായിട്ട് വിടാൻ പറ്റുമോ? ഹൈ സെക്യൂരിറ്റിയാണ്. ഹൈ സെക്യൂരിറ്റി പിതാവായ ദൈവം ഓർഡർ കൊടുത്തിരിക്കുന്ന എന്താ? മുഴുവൻ ദൂതന്മാരും നമസ്കരിച്ചോളാനാണ്. അതായത് സ്വർഗീയ ഗണങ്ങൾ മുഴുവൻ 9 മാസം ചുറ്റും നിന്ന് അഡോർ ചെയ്ത് കൊണ്ടു നടന്ന ഒരു ബഹുമാനീയ വനിതയാണ് മറിയം. ആ ശ്രേഷ്ഠ പദവി ഒന്നും ലോകത്താർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവളെ സ്വർഗീയ രാജ്ഞി എന്ന് വിളിക്കുന്നത്. ചുമ്മാ അടിസ്ഥാനമില്ല പറയുന്നതല്ല. അപ്പോ നമ്മുടെ ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഡിസംബർ മാസം ഒരാശംസ പറയാമല്ലോ. വിഷ് യു മെറി ക്രിസ്മസ്. അപ്പൊ അതുകൊണ്ട് സന്മനസ്സുള്ള എല്ലാവർക്കും നമുക്കൊരു ക്രിസ്മസ് ആശംസിക്കാം. വിഷ് യു മെറി ക്രിസ്മസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും